ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൃദയവിശുദ്ധി വിജയത്തിലേക്കുള്ള ഏകമാർഗം എന്ന വിഷയമാണ് നാം പഠനവിധേയമാക്കി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് വന്ന ലക്ഷത്തിലധികം അംബിയാ മുർസലുകൾ അവരുടെ ജനതയോട് വിളിച്ചു പറഞ്ഞത് ഓരോ വൻകരകളിലേക്കും ഓരോ രാജ്യങ്ങളിലേക്കും ഓരോ വില്ലേജുകളിലേക്കും അല്ലാഹു ഓരോ ഘട്ടങ്ങളിലായി അവന്റെ ദൂതന്മാരെ പറഞ്ഞയച്ചു. ആ ദൈവദൂതന്മാരൊക്കെയും ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ അതിപ്രധാനമായ മുദ്രാവാക്യം നിങ്ങൾ മനം ശുദ്ധമാക്കൂ, രക്ഷ നേടൂ എന്നാണ്. നമുക്കറിയാം, ലോകത്ത് വന്ന സകല മതങ്ങളുടെയും അന്തസത്ത പ്രധാന പ്രമേയം മനുഷ്യനെ മാനസികമായി ശുദ്ധീകരിക്കുക എന്ന ദൗത്യമാണ് മതങ്ങൾ ഏറ്റെടുത്തതും നടപ്പിലാക്കിയതും. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കടന്നു വരുന്നതിന്റെ മുമ്പ്, ക്രിസ്തുമതം ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പ് ഇവിടെ ഹിന്ദുമതമായിരുന്നു എന്ന് നമുക്കറിയാം. ഭാരതീയ ദർശനം, ഹിന്ദുമതത്തിന്റെ സനാതന ധർമ്മം അക്കാര്യമാണ് പഠിപ്പിക്കുന്നത്: മനുഷ്യനെ മാനസികമായി ശുദ്ധീകരിക്കുക. ഇവിടത്തെ വർഗീയവാദികൾ ഒന്നുകിൽ അത് പഠിക്കാതെ പോയി, അല്ലെങ്കിൽ പഠിച്ചിട്ട് ബോധപൂർവം അവഗണിക്കുന്നു. അതാണ് കുഴപ്പം. ഹിന്ദുമതത്തിന്റെ പുരാണങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണല്ലോ വ്യാസമഹാഭാരതം. ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള ഉപദേശങ്ങളുള്ള മഹാഭാരത യുദ്ധകഥ. ആ മഹാഭാരതത്തിന്റെ ഹൃദയമാണ്, ഹാർട്ടാണ് ഭഗവത്ഗീത. ഈ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യാസമഹാഭാരതം, അതിന്റെ പൊരുള്, അതിന്റെ അന്തസത്ത മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനും മനസ്സിന്റെ മാലിന്യങ്ങൾ നീക്കിയവനെ നല്ല മനുഷ്യനാക്കാനുമുള്ള ഒരു ട്രെയിനിങ് ആണ് എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞതായി കാണാം. അദ്ദേഹം അത് മുഴുവൻ വായിച്ച് പഠിച്ച് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം ഉൾക്കൊണ്ട് ലോകത്തോട് അദ്ദേഹം പറഞ്ഞു, മഹാഭാരത യുദ്ധമെന്ന് പറയുന്നത് രണ്ട് വിഭാഗം ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് നടത്തിയ യുദ്ധമല്ല. മഹാഭാരത യുദ്ധത്തിലെ ഭടന്മാരും ആ യുദ്ധം നടന്ന ഭാഗവും അതിലെ കഥാപാത്രങ്ങളും എല്ലാം പ്രതീകങ്ങൾ മാത്രമാണ്. എന്നിട്ട് നമ്മളിപ്പോ ഒരു നല്ല മനുഷ്യനെ ഇന്ത്യയിൽ കണ്ടത്, ഹിന്ദുമത വിശ്വാസിയായ നല്ല മനുഷ്യനെ ലോകത്ത് കണ്ടത് മഹാത്മാഗാന്ധിജിയാണ്. നാഥൂറാം ഗോഡ്സെയുടെ അല്ലെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികളുടെ ഹിന്ദുമതം യഥാർത്ഥ ഹിന്ദുമതമല്ല. നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്താ ഗാന്ധിജി പറഞ്ഞത്? കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായ യുദ്ധമാണ് മഹാഭാരത യുദ്ധം. കുരുക്ഷേത്ര ഭൂമി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സ്ഥലമൊന്നുമില്ല. കുരുക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ, മനുഷ്യ പ്രകൃതിയിലുള്ള സൽസ്വഭാവങ്ങളാണ് പാണ്ഡവർ. മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ദുസ്വഭാവങ്ങളാണ് കൗരവർ. മനുഷ്യ മനസ്സിൽ സൽഗുണങ്ങളും ദുസ്വഭാവങ്ങളും, സൽസ്വഭാവങ്ങളും ദുസ്വഭാവങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മനുഷ്യന്റെ മനസ്സാക്ഷിയുടെ പ്രതീകമാണ് അർജുനൻ. അർജുനനെ പേരാളിയായ കൃഷ്ണ ഭഗവാൻ ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ് മഹാഭാരതത്തിന്റെ ഇതിവൃത്തം. എന്നുവെച്ചാ ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത്, പ്രകൃതിക്കത് അകത്ത് നടക്കുന്ന ആത്മസംഘർഷം, നന്മയും തിന്മയും തമ്മിലുള്ള സമരം. ഈ സമരത്തിൽ മനുഷ്യന്റെ മനസ്സാക്ഷിയോട്
ദൈവികമായ വെളിപ്പാടുകൾ വന്നതാണ് മഹാഭാരതമെന്ന് പറഞ്ഞത് മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയാണ്. കറക്റ്റാണ്. വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ ലോകത്തോട് പറഞ്ഞത്. ഞാനും നിങ്ങളും അത് മുഴുവൻ വായിച്ചിട്ടില്ല, നമുക്കതിന് നേരമുണ്ടോ? ഖുർആൻ പോലും ഒരാവർത്തി വായിക്കാൻ നമുക്ക് സമയം കിട്ടൂല. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്തെങ്കിലും വിമർശനങ്ങൾ അഴിച്ചുവിടുമ്പോ അപ്പൊ ചിലപ്പോ അത്യാവശ്യം തലക്കകത്ത് വെളിച്ചമുള്ളവര് അപ്പൊന്ന് പഠിക്കാൻ തയ്യാറാകും. എന്നിട്ടും പഠിക്കാത്തവരാണ് നമ്മിൽ ഭൂരിപക്ഷവും. നമ്മളിപ്പോ 4 വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാനോ പരിശോധിക്കാനോ നമുക്കൊഴിവ് കിട്ടിയിട്ടില്ല. പക്ഷെ അത് പഠിച്ച മഹാത്മാഗാന്ധി പറയുന്നു, അതിന്റെ സന്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ. അതെന്താണ്? മനുഷ്യനെ മാനസികമായി ശുദ്ധീകരിക്കുക, ഹൃദയം ശുദ്ധീകരിക്കുക തന്നെ. നമ്മുടെ ആദർശമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നല്ല, പരമലക്ഷ്യം എന്താണ്? ഈ ഒരൊറ്റ പോയിന്റാണ് സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മയൊക്കെ മാനസികമായി ഒന്ന് ശുദ്ധീകരിക്കുക എന്ന അജണ്ടയാണ് ദീനുൽ ഇസ്ലാമിന് പരമമായിട്ടുള്ളത്, വേറൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പല ആരാധനകളും കൽപ്പിച്ചു, പല അനുഷ്ഠാനങ്ങളും കൽപ്പിച്ചു, പല പരിശ്രമങ്ങൾ കൊണ്ടും അല്ലാഹു നമ്മോട് കൽപ്പിച്ചു. എന്തിന്? നമ്മോട് 5 നേരം നിർബന്ധമായി നിസ്കരിക്കാൻ കൽപ്പിച്ചു. എന്തിന്? വർഷത്തിലൊരു മാസം നോമ്പ് പിടിക്കാൻ കൽപ്പിച്ചു. എന്തിന്? സമ്പത്തിന്റെ 2.5% നിർബന്ധ ദാനമായി സക്കാത്ത് കൊടുക്കണം, കൊല്ലത്തിലൊരിക്കലെന്ന് പഠിപ്പിച്ചു. എന്തിന്? സാധ്യമാകുന്നവർ കഅബാലയത്തിങ്കൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കണമെന്ന് കൽപ്പിച്ചു. എന്തിന്? ഇന്നത്തെ ദിവസം രാവിലെ തന്നെ കുളിച്ച് വുദൂ ചെയ്ത് നല്ല ഉടുപ്പുകൾ അണിഞ്ഞുകൊണ്ട് കച്ചവടം മാറ്റിവെച്ച് തൊഴിലിൽ നിന്ന് വിരമിച്ചുകൊണ്ട് പള്ളിയിൽ വരാൻ അല്ലാഹു നമ്മോട് പറഞ്ഞു. എന്തിന്? എന്തിന്? അത് നമ്മൾ അറിയണ്ടേ. ആ എന്തിന് എന്ന ചോദ്യത്തിന് റബ്ബ് സൂറത്ത് മാഇദയുടെ 6-ാമത്തെ ആയത്തിൽ ഉത്തരം പറയുന്നുണ്ട്. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്. അല്ലാഹു ഇത്തരത്തിലുള്ള ശാസനകൾ നിങ്ങൾക്ക് നൽകിയത് മുഖേന, ആരാധനാനുഷ്ഠാനങ്ങൾ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതിന്റെ ഉദ്ദേശം ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങളെ കഷ്ടപ്പെടുത്തണം, ബുദ്ധിമുട്ടിക്കണം, പ്രയാസപ്പെടുത്തണമെന്ന ലക്ഷ്യം അല്ലാഹുവിനില്ല. അടിമകളായ നമ്മളെ എന്തിനാണ് ഈ വെള്ളിയാഴ്ച ദിവസം ആ കച്ചവടം ഒഴിവാക്കി, തൊഴിലൊഴിവാക്കി, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇവിടെ വരാൻ പറഞ്ഞെന്തിനാ? മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങളെ കഷ്ടപ്പെടുത്തണമെന്ന ലക്ഷ്യം അല്ലാഹുവിനില്ലേ ഇല്ല. നിങ്ങൾക്ക് പ്രയാസം വരിക എന്ന ലക്ഷ്യം അല്ലാഹുവില്ല. വലാകി യുരീദു ലിയുതഹിറക്കും, പിന്നെന്താ അള്ളാന്റെ ലക്ഷ്യം? ലിയുതഹിറക്കും, നിങ്ങളൊന്ന് ശുദ്ധീകരിക്കണം. കുളിച്ചാലും വുദൂ ചെയ്താലും ശുദ്ധമാകുന്നു നമുക്കറിയാം. പള്ളിയിൽ വന്നാലേ എങ്ങനെ ശുദ്ധാവുക? ഹജ്ജിന് പോയാൽ എങ്ങനെ ശുദ്ധാവുക? നിസ്കരിക്കുമ്പോ എങ്ങനെയാ ശുദ്ധമാകുക? അതേ, മാനസികമായും ശാരീരികമായും നിങ്ങളെ ശുദ്ധീകരിക്കണമെന്നത് അല്ലാഹുവിന്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത്. വലിയുത്തിമ്മ നിഅമതഹു അലൈക്കും ലഅല്ലകും തശ്കുറൂൻ. അങ്ങനെ നിങ്ങളെ ശുദ്ധീകരിച്ചെടുത്തിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പൂർത്തീകരിച്ചു തരാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴാ പൂർത്തിയായി കിട്ടുക? റബ്ബിന്റെ അനുഗ്രഹം ഭാഗികമായിട്ടല്ല. ലിയുത്തിമ്മ നിഅമതഹു, 100% റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അതിന്റെ അടിസ്ഥാന യോഗ്യത മാനസിക വിശുദ്ധിയാണ്. പ്രിയമുള്ളവരെ, എവിടെ അതാണല്ലോ. ഈ കഴിഞ്ഞ 9-ാം തീയതി ശനിയാഴ്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു ചരിത്ര സംഭവം നടന്ന ദിവസമായിരുന്നു. യുക്തിവാദികളും മുസ്ലിങ്ങളും തമ്മിലൊരു ഡിബേറ്റ് നടന്നു, ഒരു വാദപ്രതിവാദം. നിങ്ങളത് ശ്രദ്ധിച്ചോ ഇല്ലേ എന്നറിയില്ല.
ആ ഡിബേറ്റിനകത്ത് വാദപ്രതിവാദകത്തിനകത്തും നമ്മുടെ ചർച്ച വന്നു, നമ്മുടെ വിഷയം വന്നു. മനുഷ്യഹൃദയം ആ വിഷയം അതിനകത്ത് കയറി വന്നു. ഈ വാദപ്രതിവാദം സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇതൊക്കെ ഓരോ സന്ദർഭത്തിൽ പറഞ്ഞില്ലെങ്കിൽ അതിനോടുള്ള അവഗണനയായി പോകുമല്ലോ. വാദപ്രതിവാദം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തിരിയൊന്നുമല്ല, ഒരു പുതിയ കഥയൊന്നുമല്ല. ദീനിന്റെ നേതൃത്വം നായകന്മാരായ മഹാന്മാരായ ഇമാമുകളുടെ കാലത്തൊക്കെയും യുക്തിവാദികളുടെ ശല്യമുണ്ടായിരുന്നു, അവരുമായി സംവദിച്ചിരുന്നു. അതൊക്കെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമാണ്. മഹാനായ ഇമാം ജഅഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഇമാം മാലിക്കിന്റെ ഉസ്താദാണ്, ഇമാം ഷാഫി തങ്ങളെ ഉസ്താദാണ്. ആര്? ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. ഇമാമിനോടൊരു യുക്തിവാദി വന്ന് ചോദിച്ചു, അല്ലേങ്ങാതി എങ്ങനെ ഈ ദൈവത്തെ മനസ്സിലാകുക? നിങ്ങൾ ദൈവം എന്നും പ്രസംഗിച്ചും പറഞ്ഞും നടക്കുന്നു. ഒത്തിരി ആളുകൾ മൂഢവിശ്വാസം ദൈവസങ്കല്പമായിട്ട് നടക്കുന്നു. ഈ ദൈവത്തിനെങ്ങനെ മനസ്സിലാവുക? പൊതുവായൊരു തത്വമുള്ളത് യുക്തിവാദികളോട് ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു മണ്ടത്തരം നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഖുർആൻ ആർക്കാണ് ഉപകരിക്കുക, ഇഫക്റ്റീവ് ആവുക എന്ന് ഖുർആൻ തുടക്കത്ത് പറയുന്നുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അത് ഭക്തജനങ്ങൾക്ക് വഴികാട്ടിയാണ് ഖുർആൻ. ബസ് അവിടെ നിന്നു. യുക്തിവാദികൾക്കത് വഴികാട്ടിയല്ല, അവരെ പാതാളത്തിലേക്ക് ഇറക്കുന്ന, അവർക്ക് ദുരന്തം വാങ്ങിക്കൊടുക്കുന്ന ഗ്രന്ഥവുമാണ് ഖുർആൻ. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യുക്തിവാദികൾക്കും അവിശ്വാസികൾക്കും ഖുർആൻ ഓതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. യുക്തിവാദികളോട് സംവദിക്കേണ്ടത് യുക്തിയുടെ മാനദണ്ഡത്തിൽ തന്നെയായിരിക്കണം. അതാണ് നമ്മുടെ പൈതൃകവും പാരമ്പര്യവും നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മാതൃക അങ്ങനെയാണ്. മഹാന്മാരായ ഇമാമീങ്ങളൊക്കെ യുക്തിവാദികളോട് ആയത്തോതിയിട്ടല്ല സംവദിച്ചത്, യുക്തിഭദ്രമായ മറുപടി കൊടുത്തു. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് യുക്തിവാദി ചോദിച്ചല്ലോ, എങ്ങനെ ഈ ദൈവത്തെ തിരിയാ? നിങ്ങൾക്ക് പോലും തിരിഞ്ഞിട്ടില്ലല്ലോ, ചുമ്മാ ദൈവം എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? ഇമാം തിരിച്ചൊരു മറുചോദ്യം ചോദിച്ചു, താങ്കൾ സമുദ്രത്തിൽ കപ്പൽ യാത്ര നടത്തിയിട്ടുണ്ടോ? യുക്തിവാദി പറഞ്ഞു, അതെ. ആ കപ്പൽ യാത്രക്കിടയിൽ നിങ്ങൾ അപകടം മുന്നിൽ കണ്ടിട്ടുണ്ടോ? മരണം മുന്നിൽ കാണുന്ന അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? യുക്തിവാദി പറഞ്ഞു, ഉവ്വ്. അന്ന് പായക്കപ്പലാണ്. ആൻഡമാനിലേക്ക് യാത്ര ചെയ്താൽ സിലോണിലേക്കാണ് കാറ്റെങ്കിൽ അങ്ങോട്ടെത്തുന്ന കാലാണ്. ഇന്നത്തെ കപ്പൽ, യന്ത്രവൽകൃത കപ്പലൊന്നും അന്നില്ല. അപ്പൊ ഞാൻ കപ്പൽ യാത്ര നടത്തിയിട്ടുണ്ട്, പലപ്പോഴും അപായം മുന്നിൽ കണ്ടിട്ടുണ്ട്, മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമാം ചോദിച്ചു, മരണത്തെ മുന്നിൽ കണ്ട സമയത്ത് ഭൗതികമായി രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുത് നിങ്ങളെ മുന്നിലുണ്ടായിരുന്നോ? ഇപ്പൊ ഇന്നത്തെ കപ്പലാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ടാകും, കപ്പലിനകത്ത് ലൈഫ് ബോട്ടുകൾ ഉണ്ടാവും. ഇതൊന്നുമില്ല, പായക്കപ്പലല്ലേ. ഭൗതികമായി രക്ഷപ്പെടാൻ എന്തെങ്കിലും സംവിധാനം? തിരയും കാറ്റും ശക്തമായ കടൽക്ഷോഭവും വന്നിട്ട് പായ്ക്കപ്പലിങ്ങനെ ആടി ഉലഞ്ഞ സമയത്ത് എന്തെങ്കിലും ഭൗതികമായ ഓപ്ഷൻ രക്ഷക്കുണ്ടായിരുന്നോ? യുക്തിവാദി പറഞ്ഞു, ഒന്നുമില്ല, അത് മുങ്ങി അങ്ങ് താഴ്ന്ന് ചത്തുപോകുക എന്നല്ലാതെ ഒരു ഓപ്ഷനും ഭൗതികമായിട്ടില്ല. അപ്പൊ ഇമാം ചോദിക്കുക, ആ സമയത്തും ഇല്ല, ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? ഈ കടലിങ്ങനെ ക്ഷോഭിച്ച് തിരമാലകൾ പർവ്വത സമാനമായി വരുന്നു, പായ്ക്കപ്പൽ ആടി ഉലയുന്നു, കപ്പലിനകത്തേക്ക് വെള്ളം ഇരച്ച് കയറുന്നു. ആ സമയത്ത് മരണം മുഖാമുഖം കാണുന്നു. അപ്പോഴും നിങ്ങളെ ചിന്തക്കകത്ത് ഇല്ല, ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്നൊരു ചിന്ത വന്നില്ലേ? യുക്തിവാദി പറഞ്ഞു, വന്നു എന്ന് മാത്രമല്ല, ആ ചിന്ത സാക്ഷാത്കരിക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ ഉടലും തലയോടുകൂടെ എന്നെ കാണാൻ കിട്ടുന്നത്. അപ്പൊ ഇമാം പറഞ്ഞു, ഭൗതികമായ ഒരു ചാൻസും ഇല്ലാത്തയിടത്ത് അഭൗതികമായി നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ചിന്ത, ആ ചിന്ത നിങ്ങൾ ഏതൊരു കേന്ദ്രത്തിനെയാണോ ബന്ധിപ്പിച്ചത്, ഏതൊരു ശക്തിയിലാണോ ബന്ധിപ്പിച്ചത്, ആ ശക്തിയാണ് ദൈവം. യുക്തിവാദിക്ക് ഉത്തരമില്ല, അവന്റെ വായടഞ്ഞു. ഇമാമുൽ ആളം മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇതിലും രസകരമായൊരു ഡിബേറ്റ് നടന്നു. ഇന്നിപ്പോ ഈ എ ജബ്ബാർ എന്ന് പറഞ്ഞ സാധനം ഒരു വല്ലാത്ത സാധനമാണത്. അതാണ് യുക്തിവാദി നേതാവ്. ഒച്ചങ്ങാതിക്ക് ഖുർആനെ ചീത്ത പറയാ, മുത്ത് റസൂലിനെ വഴക്ക് പറയാ, ഇത് തന്നെയാണ് അജണ്ട. എത്ര മതങ്ങൾ ലോകത്തുണ്ട്, അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല ഈ സാധു. ഇവൻ ഈ കൊറോണ കാലത്ത് മുസ്ലിം പണ്ഡിതന്മാരെ നിരന്തരം വെല്ലുവിളിക്കാണ്. ഇതുപോലെ
ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊരു യുക്തിവാദിയുടെ ശല്യം സഹിക്കാനായില്ല. നിരന്തരം വെല്ലുവിളി തന്നെ. ഇമാമുൽ ആളം അബൂ ഹനീഫ തങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു. എവിടെ വെച്ച്, എന്ന് വേണം, ഏത് സമയത്ത് വേണം തീരുമാനിച്ചോ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു ഇമാമ്. അങ്ങനെ തീരുമാനിക്കപ്പെട്ട ദിവസമായി, ഡേറ്റായി, സമയമായി ആ സ്ഥലത്ത് യുക്തിവാദികളും മുസ്ലിം സമൂഹവും ഒത്തുകൂടി. വാദപ്രതിവാദം നടക്കാൻ പോവാണ്. എല്ലാവരും വന്നു, എല്ലാം സജ്ജമാണ്. പക്ഷേ ഇമാം അബൂ ഹനീഫ തങ്ങൾ മാത്രം വന്നില്ല. വല്ലാത്തൊരവസ്ഥയല്ലേത്? യുക്തിവാദികൾ കുറെ സമയം കാത്തുനിന്ന് അവർ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. മുങ്ങല്ലാതെ രക്ഷയില്ല. നിങ്ങളുടെ ഖുർആൻ കൊണ്ട് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നാൽ അറബിക്കടലിന്റെ ആഴിയിലേക്ക് ഞങ്ങൾ അത് താഴ്ത്തിക്കളയുമെന്ന ബോധവും നിങ്ങളുടെ നേതാവായ അബൂ ഹനീഫക്കുള്ളത് കൊണ്ട് അങ്ങേര് മുങ്ങി, ഇനി മൂട് തട്ടിപ്പൊക്കോന്ന് മുസ്ലിം സമൂഹത്തോട് യുക്തിവാദികൾ എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ നെഞ്ചിടിപ്പോടെ പടച്ചോനെ എന്തു പറ്റി? ഇമാമ് വരാന്ന് പറഞ്ഞാല് വാക്തലംഘനം നടത്തുന്ന ആളല്ലല്ലോ. അവിശ്വാസികൾക്ക് പോലും പ്രിയപ്പെട്ട, അവിശ്വാസികൾ പോലും ബഹുമാനിക്കുന്ന ആളാണല്ലോ അബൂ ഹനീഫ തങ്ങള്. എന്തുപറ്റി? അങ്ങനെ ഈ ഡിബേറ്റ് നടക്കൂല, അത് പിരിച്ചുവിടണം എന്ന അവസ്ഥ എത്തിയപ്പോ അതാ വരുന്നു ഇമാം ഓടിക്കിതച്ച് ഇമാം അബൂ ഹനീഫ തങ്ങൾ വരുന്നു. സമയം വൈകിപ്പോയോ, ക്ഷമിക്കണം കേട്ടോ, പെട്ടെന്ന് നമുക്ക് വാദപ്രതിവാദത്തിലേക്ക് കയറാം. ഇമാം റെഡിയായി വന്നു നിന്നു. എന്നിട്ട് ആദ്യം സദസ്യരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, പറഞ്ഞ സമയത്ത് എനിക്ക് എത്താൻ പറ്റിയില്ല. കാരണം എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ ഒരു പുഴ കടക്കണം, ഒരു നദി. ഞാൻ സ്ഥിരം കടന്നു വരാറുള്ള നദിയിൽ ഇന്ന് കടത്തുകാരനും വഞ്ചിയും ഉണ്ടായിരുന്നില്ല. ഞാൻ മറുകരയിൽ നിന്ന് നോക്കി, കടത്തുവെള്ളവും വഞ്ചിക്കാരനുമില്ല. എങ്ങനെ പോരും, വെള്ളല്ലേ? അങ്ങനെ ഞാൻ നിരാശപ്പെട്ടു. പടച്ചവനെ, ഞാൻ ഏറ്റ കാര്യത്തിനെത്താൻ സാധിക്കാതെ വരുമോ? ആശങ്കയിലിരിക്കെ ഒരു അത്ഭുതം നടന്നു. ഇമാം പറയാണ് സദസ്സിനോട്, എന്താ അത്ഭുതം? പുഴക്കരയിൽ നിന്നൊരു മഹാവൃക്ഷം പുഴയിലേക്ക് ചുമ്മാ അങ്ങ് വീണു. ആ വീണ മരത്തിലെ വിവിധ ഭാഗങ്ങൾ ഉരുപ്പടികളായി, പലകകളായി, കഷ്ണങ്ങളായി സ്വമേധയാ വേർതിരിഞ്ഞു. ആ വലിയ വൃക്ഷത്തിൽ നിന്ന് ആവശ്യത്തിന് ഉരുപ്പടികളും പലകകളും വെവ്വേറെയായി രൂപാന്തരപ്പെട്ടിങ്ങ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ആണികളും അതുപോലെ തന്നെ അതിനാവശ്യമായ സാമഗ്രികളും ചുമ്മാ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതൊരു സ്വയം ഒരു വഞ്ചിയായി മാറി. ആ വഞ്ചിയിൽ കയറിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇത് കേട്ടപ്പോഴേക്കിന് യുക്തിവാദികൾ കൈകൊട്ടി ആർത്തി ചിരിക്കാൻ തുടങ്ങി. കണ്ട മണ്ടൻ, ഈ ജാതി മണ്ടത്തരാണ് ഈ ദൈവവിശ്വാസികളുടെ കയ്യിലുള്ള, എന്തൂട്ട അത്ഭുതമായി പറഞ്ഞേ. അപ്പൊ മുസ്ലിങ്ങളും വിചാരിച്ചു, പടച്ചോനെ, ഇത് കറാമത്ത് പറയേണ്ട നേരല്ലല്ലോ, എന്തേ ഇപ്പൊ ഇമാമിന് പറ്റിയത്? കറാമത്ത് വേറെ വേദിയിൽ പറഞ്ഞാൽ മതി, ഇവരോട് പറഞ്ഞാൽ കേൾക്കൂല്ലോ. സത്യത്തിൽ അതായിരുന്നില്ല. യുക്തിവാദികൾ പറഞ്ഞു, ഈ വക മണ്ടത്തരങ്ങൾ, ഒരു മരം ചുമ്മാ നദിയിൽ വീഴുക, അതിന്റെ ഉരുപ്പടികൾ ചുമ്മാ അങ്ങ് വേർപിരിയുക, പിന്നെ അതൊരു വഞ്ചിയായി ചുമ്മാ പ്രത്യക്ഷപ്പെടുക, ഇങ്ങനെ തലക്ക് വെളിവില്ലാത്ത ഡയലോഗ് അടിക്കുന്ന നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളില്ല എന്ന് യുക്തിവാദികൾ പറയേണ്ട താമസം. അതുതന്നെയാണ് എന്റെയും പ്രശ്നം. ഈ കാണുന്ന അണ്ടകടാഹങ്ങളും സൗരയൂഥങ്ങളും ഗോളങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങളും സ്വയം ഉണ്ടായി, സ്വയം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളാണോ, ഒരു മരം വീണ് സ്വയം ഒരു വഞ്ചിയുണ്ടായി എന്ന് പറഞ്ഞ ഞാനാണോ യഥാർത്ഥത്തിൽ വിഡ്ഢി എന്ന് ചോദിക്കേണ്ട താമസം? ആ ഡിബേറ്റിൽ അവർ പൊട്ടിപ്പോയി. അവരോട് അതേ മറുപടി പറ്റുള്ളൂ, അല്ലാത്ത മറുപടി പറ്റില്ല. യുക്തിവാദി ജബ്ബാറിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഖുർആനെതിരെയുള്ള ആരോപണം, മനുഷ്യന്റെ ചിന്ത രൂപാന്തരപ്പെടുന്നത് തലച്ചോറിൽ നിന്നാണ്. മനുഷ്യന്റെ മനസ്സിരിക്കുന്നത് തലക്കകത്ത്, തലച്ചോറിനകത്താണ്. എന്നാൽ ഖുർആനും ഹദീസും പറയുന്നു അത് മനുഷ്യന്റെ ഹൃദയത്തിലാണെന്ന്. സയന്റിഫിക്കായിട്ട് ആധുനിക സയൻസ് പറയുന്നു മനുഷ്യന്റെ ചിന്ത രൂപപ്പെടുന്നതും സ്റ്റോർ ചെയ്യപ്പെടുന്നതും തലച്ചോറിനകത്താണെന്ന്. ഖുർആനും നബിവചനവും പറയുന്നു അത് ഹൃദയത്തിനകത്താണെന്ന്. ഇത് 6-ാം നൂറ്റാണ്ടിലെ നാടോടികളായ അറബികളുടെ മണ്ടത്തരങ്ങളിൽ ഒരു മണ്ടത്തരം മാത്രമാണ് എന്നതാണ് ജബ്ബാർ മാഷിന്റെ വാദം, ഖുർആനെതിരെയുള്ള ആരോപണം. ഈ ആരോപണത്തിന് മുസ്ലിം പക്ഷത്ത് നിന്ന് വന്ന എം.എം. അക്ബർ കൃത്യമായി മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്?
ഒരു കമ്പ്യൂട്ടർ എന്ന് മനുഷ്യനെ സങ്കല്പിക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിന്റെ CPU-യുടെ സ്ഥാനത്താണ് മനുഷ്യന്റെ തലച്ചോറ്. മെമ്മറി ചിപ്പുകളും സംവിധാനങ്ങളും കുടികൊള്ളുന്നത് തലക്കകത്ത് തലച്ചോറിൽ തന്നെ. അതിൽ മുസ്ലിങ്ങളായ ഞങ്ങൾക്കും എതിർപ്പൊന്നുമില്ല. എന്നാൽ ഈ തലച്ചോറിനെയും മറ്റു ശരീരഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഹാർട്ട് ബ്രെയിൻ, ഹൃദയത്തിന്റെ തലച്ചോറ് എന്ന് പറയുന്ന ഒരു കേന്ദ്രം ഹൃദയത്തിനകത്തുണ്ട് എന്ന് ആധുനിക മോഡേൺ സയൻസ് സയന്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളും എവിഡൻസുകളും എന്റെ കയ്യിലുണ്ട്. തലച്ചോറിന് പണിയുണ്ട്, ശരി, ഞങ്ങളതിനെ എതിർക്കുന്നില്ല. പക്ഷെ ആ തലച്ചോറിനെയും നിയന്ത്രിക്കുന്ന ഹാർട്ട് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു വസ്തുത സയന്റിഫിക്കായി തെളിയിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോ ജബ്ബാർ മാഷിന് മിണ്ടാട്ടമില്ല. ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞണം കുത്തി. അല്ലെങ്കിലും ആലോചിച്ചു നോക്കൂ, ഈ ഹൃദയമാണ് സ്നേഹത്തിന്റെ ഇടം, ഹൃദയമാണ് അറിവിന്റെ ഇടം, ബോധത്തിന്റെ ഇടം എന്ന് ഇസ്ലാം മാത്രമല്ല പറഞ്ഞത്, എല്ലാ മതങ്ങളും അതെന്നെ പറഞ്ഞത്. ബൈബിളും ഗീതയും ഒക്കെ അതെന്നെയാണ് പറയുന്നത്. ഹൃദയമാണ് ഇടം എന്ന് തന്നെയാണ്. പക്ഷേ നമ്മോട് ഏറ്റുമുട്ടാൻ യുക്തിവാദികൾ വരുമ്പോ യുക്തിവാദികളെ സഹായിക്കുന്ന ചില മറ്റു മതത്തിലെ ചില ആളുകളുണ്ട്. അവരറിയുന്നില്ല ഈ പൊളിയുമ്പോ നമ്മളത് പൊളിക്കുന്നതിന്റെ മുമ്പ് അവരതാ പൊളിഞ്ഞു പോകുന്നതെന്നുള്ള അവർ തിരിച്ചറിയുന്നില്ല. എല്ലാ മതങ്ങളും മാത്രമല്ല, അത് മലയാള ഭാഷയിൽ തന്നെ. ഇപ്പൊ മലയാള ഭാഷ ഖുർആൻ വന്നോന്നല്ലോ, മലയാള ലാംഗ്വേജ് ഖുർആൻ വന്നതാണോ? അല്ലല്ലോ. മലയാളത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിൽ കയറ്റിയതിനെന്താ നമ്മൾ പറയാ? ഹൃദ്യസ്ഥമാക്കി. ആരെങ്കിലും പറയലുണ്ടോ തലച്ചോറ്റിലാക്കിയെന്ന്? ഹൃദ്യസ്ഥമാക്കി എന്നല്ലേ മലയാളത്തിൽ പറയാ. മനസ്സിലാക്കി എന്നുള്ളതിന് ഹൃദ്യസ്ഥമാക്കി, ഹൃദയത്തിൽ ഉൾക്കൊണ്ടുന്ന. മനസ്സിൽ തൊട്ട് ക്ഷണിക്കുന്നതിന് പറയുമല്ലോ, സ്വാഗത ഭാഷകൻ പറയുമല്ലോ, ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു, മനസ്സ് തട്ടി വിളിക്കുന്നു അല്ലേ? തലയിൽ തട്ടി വിളിക്കുന്നു എന്നുള്ള പ്രയോഗം പറയാറില്ല. അത് മലയാള ഭാഷയിലെ ഒരു പ്രയോഗമാണ്. മാത്രമല്ല, സ്നേഹത്തിന്റെ കേന്ദ്രം ഹൃദയമാണെന്ന് പറഞ്ഞത് ഖുർആൻ മാത്രമല്ല, ഗീത മാത്രമല്ല, ബൈബിൾ മാത്രമല്ല, മതവിശ്വാസികളും അല്ലാത്തവരുമായ യുക്തിവാദികൾ അടക്കമുള്ള നോവലിസ്റ്റുകൾ, പാട്ടുകാര്, അതുപോലെ തന്നെ കവികൾ, ഇവരൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ലവ് സിംബൽ, ലോകം അംഗീകരിച്ച സ്നേഹത്തിന്റെ ചിഹ്നം എന്താ? തലച്ചോറ. ലോകം അംഗീകരിച്ച ലവ് സിംബൽ ഹൃദയത്തിന്റെ ഷേപ്പല്ലേ? എന്റെ തലച്ചോറ് അതിരുന്നത്. പാട്ടുകാര് കൽബാണ് ഫാത്തിമ, അത് പിന്നെ കാക്കാമാർ എഴുതിയ പാട്ടാണെന്നാക്കട്ടെ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ബസ്സിലും കാറിലൊക്കെ പോകുമ്പോ ഞാനും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, മെരദിൽ തെരദിൽ, നീ എന്റെ ഹൃദയം, ഞാൻ നിന്റെ ഹൃദയം എന്നാ പറയുന്നത്, തല എന്നല്ല പറയുന്നത്. അങ്ങനെയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തലച്ചോറാക്കണം എന്നാണ് ഇപ്പൊ ഈ ചങ്ങാതിന്റെ വാദം. മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട്, ഒരു കർഷകന്റെ ആത്മഹത്യാ കുറിപ്പ് എന്നാണ് ആ കവിതയുടെ പേര്. മുരുകൻ കാട്ടാക്കട ഖുർആന്റെ ആളാ. അദ്ദേഹം പറയുന്നുണ്ട് ഒരു കർഷകന്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന കവിതയിൽ, ഇത് പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. കർഷകൻ ആത്മഹത്യാ കുറിപ്പ് എഴുതാണ്. ഇത് പാടമല്ല, എന്റെ തലയാണ് എന്നല്ല പറയുന്നത്, ഇതെന്റെ ഹൃദയമാണ്, എന്റെ മനസ്സാണ് പറയുന്നത്. അപ്പൊ ഇത് മലയാള ഭാഷയിലും ലോകത്താകെ അംഗീകരിക്കപ്പെട്ടൊരു വസ്തുതയാണ്. ഖുർആനിൽ അങ്ങനെയാണ് എന്ന പേരില് വിമർശിക്കുന്നത്. മാത്രല്ല, ആധുനിക സയൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ ഖുർആനിൽ കാണണമത്രേ. ഇതാണ് ഇയാളെ വെല്ലുവിളി, ഇയാളെ ചലഞ്ച് എന്താ? ഇന്ന് സയൻസ് കണ്ടെത്തിയത് 14 നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഖുർആനിൽ കാണിക്കണമെന്ന്. ഇവിടെ മുസ്ലിങ്ങളായ നമ്മളൊരു കാര്യം അറിയണം, ഇതിപ്പോ സമൂഹത്തിൽ വലിയ ചർച്ചയാണ്. മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ വരും. നമ്മളോട് തന്നെ നിങ്ങൾ ഖുർആനിൽ എന്തുട്ട് ശാസ്ത്രാന്ന് ചോദിച്ചാല് സാധാരണക്കാർ പോലും ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തു പറയുന്നത്. ആധുനിക സയൻസ് കണ്ടെത്തിയ നൂതനമായ അറിവുകൾ 14 നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഖുർആനിൽ കാണിച്ചിരണമെന്നാണ് ചാലഞ്ച്. സയൻസ് ഒരിക്കലും ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ലല്ലോ. മാത്രമല്ല, ശാസ്ത്രൻ നിരന്തരം അപ്ഡേഷന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്.
മാറ്റത്തിരുത്തലുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ശാസ്ത്രം. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അശാസ്ത്രമാണ്, ഇന്നത്തെ സത്യം നാളത്തെ തെറ്റാണ്. ഇങ്ങനെ എത്രയെത്ര അഭിപ്രായ മാറ്റങ്ങളാണ് ശാസ്ത്രലോകത്തിനുണ്ടായത്. ഗോളങ്ങളുടെ ചലനത്തിൽ സൂര്യന്റെ കറക്കത്തെക്കുറിച്ച് ആദ്യം ചലിക്കുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ ചലിക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഖുർആൻ ഒന്നേ പറയാനുള്ളൂ, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്നേ പറയാനുള്ളൂ, ഒരു മാറ്റമില്ല. അപ്പൊ ശാസ്ത്രം മാറ്റി മാറ്റി പറയുന്ന കാര്യങ്ങൾ ഇന്ന് പറഞ്ഞതാവില്ല. അപ്പൊ കടലിന്റെ അടിത്തട്ടിലെ ഇരുട്ടും തിരമാലയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ അത് ഖുർആൻ കൊണ്ട് തെളിവ് കൊടുത്താൽ നാളെ ശാസ്ത്രം പറയുന്നു അങ്ങനെ കടലിന്റെ അടിത്തട്ടിൽ നിലനിൽക്കുന്ന ഒരു തിരമാലയൊന്നുമില്ല, ചില പ്രത്യേക ഘട്ടങ്ങളിൽ കാണുന്ന പ്രതിഭാസമാണെന്ന് ശാസ്ത്രം തിരുത്തിയാൽ നമ്മളെന്താ ചെയ്യാ? ഖുർആൻ തിരുത്താൻ പറ്റുമോ നമുക്ക്? ശാസ്ത്രത്തിനനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുന്ന പരുവാണ് സംഭവിക്കുക, ആ ഇടപാടാണ് സംഭവിക്കുക. മാത്രല്ല, ഒരു ദുഃഖ സത്യം നമ്മളൊക്കെ അറിയണം, ഒരു വസ്തുത നിങ്ങൾ സാധാരണക്കാരൊക്കെ പഠിച്ചിരിക്കണം. ഈ യുക്തിവാദികൾക്ക് നമ്മളെ തല്ലാൻ പലപ്പോഴും വടി ഒരുക്കി കൊടുത്തത് നമ്മുടെ കൂട്ടത്തിലുള്ള ചില പണ്ഡിത വേഷധാരികളാണ്. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ തല്ലാനുള്ള വടി യുക്തിവാദികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത് നമ്മുടെ സമൂഹത്തിലുള്ള ചില അരപ്പണ്ഡിതന്മാർ, പണ്ഡിത വേഷധാരികൾ. എന്തെവിടെ കണ്ടാലും അത് ഫേക്കാണോ ഒറിജിനലാണോ കള്ളത്തരാണോ അതൊന്നും നോക്കൂല. എന്തെവിടെ കേട്ടാലും അത് ഞങ്ങളെ ഖുർആനിലുണ്ട്, മൈക്ക് കെട്ടിയിട്ടുണ്ട്, വയലറിയാം. ഒരു കഥയിലുണ്ട്, ഒരു മുസ്ലിയാര് രാത്രി ഇങ്ങനെ നീട്ടി പറയാനുള്ള ഖുർആനിലില്ലാത്ത ഒന്നുമില്ല, ആകാശത്തിന് താഴെ ഭൂമിയുടെ പുറന്തോടിന് മുകളിൽ എന്തും ഖുർആനിലുണ്ട്, ഒരു സാധനവും ഖുർആൻ പറയാതെ പോയിട്ടില്ല. മൂല്യര് നീട്ടി വയലറിഞ്ഞപ്പോ ആ വയലിന്റെ സദസ്സിന്റെ ഓരത്ത് കച്ചവടം ചെയ്യുന്ന ഒരു നായരുണ്ട്. നായരിത് കേട്ടു. എന്ത്? ഖുർആനിൽ സകലവും പറഞ്ഞിട്ടുണ്ട് എന്ന് മൊയ്ലിയേര് വയലറിയുന്നുണ്ട്. പിറ്റേ ദിവസം വയലൊക്കെ കഴിഞ്ഞ് മൊയ്ലിയേര് ബാഗും കൊണ്ട് ബസ് കാത്തു നിൽക്കുക നായരെ കടയുടെ മുന്നിൽ. അപ്പൊ നായര് ചായക്കാരും തിരക്കൊന്നും ഇല്ലാത്ത നേരമായതുകൊണ്ട് പയ്യ മൊയ്ലിയേരെ അടുത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു, അല്ല മൊയ്ലിയേരെ, നിങ്ങൾ ഇന്നലെ വയലറിഞ്ഞല്ലോ ഖുർആനിലെല്ലാം ഉണ്ട്. കീരി, കോഴിനെ പിടിക്കുന്ന കീരി, പാമ്പിന്റെ ശത്രുവായ കീരിയെക്കുറിച്ച് ഖുർആനിലുണ്ടോ? മുസ്ലിയാർ ആ ചോദ്യം അവസാനിക്കുന്നതിന്റെ മുമ്പ് ഓതിക്കൊടുത്തു, വത്തദ്കീരി ആയാത്തില്ല. ആ കീരി തന്നെ ഖുർആനിലുള്ള കീരി. തെതിക്കീരീബി ആയാത്തില്ല എന്ന് പറഞ്ഞാൽ തെതിക്കീർ പറഞ്ഞ ഉത്ബോധനം എന്നുള്ള അർത്ഥത്തിലുള്ള, അതായത് കീരിയൊന്നല്ലത്. അപ്പൊ നായര് വിട്ടില്ല. അപ്പൊ കീരിയൊക്കെ ഇപ്പൊ 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിന്റെ കാലത്തൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അത് ചിലപ്പോ ഖുർആനിൽ വന്നിട്ടുണ്ടാവും. അന്നില്ലാത്ത എന്തെങ്കിലും ചോദിക്കാൻ ആലോചിച്ചപ്പോഴേക്ക് നായര് ചോദിച്ചു, ബസ്സിനെ കുറിച്ച് ഖുർആനിലുണ്ടോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഒരു ബസ്സല്ല 2 ബസ്സാ പറഞ്ഞിരിക്കുന്നത്. വബുസ്സത്തിൽ ജിബാലു ബസ്സാ, സൂറത്തുൽ വാഖിയയിലുണ്ടല്ലോ. ആ ഖിയാമത്ത് നാളിന്റെ ഭീകരതയിൽ പർവ്വതങ്ങളൊക്കെ ഇടിച്ച് തകർക്കപ്പെടുന്ന രംഗം പറയാണ്. അപ്പോ നായര് ചോദിച്ചു, ബസ് ഉണ്ടെങ്കിൽ നാ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചത്രേ. അതുണ്ട്. ഫകാനത്ത് ഹബാഅം മുൻബസ്സാ, എല്ലാ ബസ്സിന്റെയും മുമ്പിൽ പോകുന്ന ബസ്സല്ലേ സൂപ്പർ ഫാസ്റ്റ്. ഫകാനത്ത് ഹബാഅം മുൻബസ്സാ, ഊതി കൊടുത്തോലോ. അത് സൂപ്പർ ഫാസ്റ്റും അല്ല, ബസ്സും അല്ല, കീരിയല്ല. ഈ നിലക്ക് ദുർവ്യാഖ്യാനം പണ്ട് ഒരു 25 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നാണ് എന്റെ ഓർമ്മ. തമിഴ്നാട്ടുകാരനായ ഒരു രാമർ പച്ചിലയിൽ നിന്ന് പെട്രോൾ കണ്ടെത്തി. അന്നൊക്കെ പത്രത്തിൽ വലിയ വാർത്തയുന്നു, പച്ചിലയിൽ നിന്ന് പെട്രോൾ. ഉടനെ നമ്മൾ ഉസ്താദന്മാര് വയലറിയാൻ തുടങ്ങി. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നൂറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. സൂറത്ത് യാസീനിലുണ്ട് പച്ചിലയിൽ നിന്ന് പെട്രോൾ കിട്ടുന്നു. പച്ചിലയിൽ നിന്ന് പെട്രോൾ കിട്ടുന്ന യാസീനിലുണ്ട്. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറൻ, പച്ച മരത്തിൽ നിന്ന് തീ ഉണ്ടാക്കിയവനാണ് അല്ലാഹ്. തീ തന്നെ പെട്രോള്. വാഹനത്തിന്റെ ഹെഡിൽ തീ ആയിട്ടാണ് പെട്രോൾ വർക്ക് ചെയ്യുന്നത്. കണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോ തമിഴ്നാട്ടുകാരനായ രാമറിന്റെ പെട്രോള് വ്യാജമാണെന്നും എന്തോ കെമിക്കൽ പൊടിക്കൈ ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പാണെന്നും അറിഞ്ഞപ്പോ രാമർ മുങ്ങി. വയലറിഞ്ഞ ഉസ്താമാരങ്ങട്ടാ മുങ്ങുക. ആലോചിച്ച് നോക്കി ഗതികേട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ശാസ്ത്രം എവിടെയെങ്കിലും കേൾക്കുമ്പോ ഞങ്ങളെ ഖുർആനിലുണ്ട്, എന്തിനാ ഈ പണിക്കുന്നത്? നമ്മളെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ പണി? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ ശാസ്ത്രം പോലെ അപ്ഡേഷൻ നടത്തി ഓരോ നിഗമനങ്ങൾ കണ്ടെത്തുമ്പോ പുതുപുത്തൻ നിഗമനങ്ങളുടെ കൂടെ പോകുന്ന സംവിധാനമല്ല. ഇത് ദൈവിക വചനമാണ്, ഇതിൽ അപ്ഡേഷൻ ഇല്ല.
ഇതിൽ മാറ്റത്തിന്റെ ആവശ്യമില്ല. അന്ന് പറഞ്ഞോ, ഇന്ന് അതാണ് പറയുന്നത്. ലോകാവസാനം വരെ മനുഷ്യരാശിയോട് ഖുർആനിന് പറയാനുള്ളത് ഒന്നു തന്നെ, ഒരു മാറ്റവുമില്ല. ഇത് ദൈവിക വചന. ശാസ്ത്രീയ സത്യങ്ങളുമായി ഇത് യോജിക്കുമെന്നതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി കാള വെറ്റൂന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുന്ന സംവിധാനം ഇത് വേണ്ടെന്നാ പറഞ്ഞത്. അല്ലാതെ ഖുർആൻ ശാസ്ത്രത്തെ മുട്ടിക്കരുത്, മിണ്ടരുത് എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടൊക്കെ ഒരുപാട് അപകടങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ വന്നുപോയിട്ടുണ്ട് എന്ന് സന്ദർഭോചിതമായി ഉണർത്തുകയാണ്. ഖുർആൻ എന്തിനുള്ളതാണ്? മാനവ മക്കളുടെ മനം ക്ലിയറാക്കാനുള്ളതാണ്, മനസ്സ് ശുദ്ധമാക്കാനുള്ളതാണ്. അത് ഖുർആനെന്ന് മാത്രമല്ല, സകലും അങ്ങനെ തന്നെ. ബൈബിളും അതന്നെയല്ലേ? ബൈബിളും അതെ. ഈ ഹിന്ദുമതവും ക്രിസ്തു മതമൊക്കെ അതിന്റെ തറവാട് ഇസ്ലാം മത. ഹിന്ദുമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും തറവാട് ഏതാണ്? ഇസ്ലാം മതാണ്. ഒരു തർക്കമില്ല. പിന്നെ അത് ജനിതക മാറ്റം വന്ന് വഴിതെറ്റിപ്പോയി എന്നതാണ് അകത്തുള്ള പ്രശ്നം. ഇതിന്റെയൊക്കെ തറവാട് മനുഷ്യൻ എന്നുണ്ടായോ, ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, മനുഷ്യ പ്രകൃതിയുടെ ദീൻ, മാർഗം, അതാണ് ഇസ്ലാം അല്ലേ? ബൈബിൾ എന്താ പറഞ്ഞത്? നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറംപൂച്ചുകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നു, അകത്തളങ്ങളോ മലിനം നിറച്ചതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം വചനം ഞാൻ വായിച്ചു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കണ്ടെത്തും. അങ്ങനെ എല്ലാം അങ്ങനെയാണ്. ഹൃദയത്തിന്റെ ശുദ്ധീകരണം അതിപ്പോ തലച്ചോറ്റിലേക്ക് മാറ്റണം എന്നാണ് ഈ യുക്തിവാദികൾ പറയുന്നത്. സമയം കഴിഞ്ഞുപോയി. ഇൻഷാ അല്ലാഹ് ഹൃദയ ശുദ്ധീകരണത്തിന്റെ അടുത്ത പാർട്ട് അടുത്ത ആഴ്ച നമുക്ക് പറയാം. അല്ലാഹുവേ, ഞങ്ങളെ നീ മനഃശുദ്ധിയുള്ളവരായി ഉയർത്തേണമേ. ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും യഖീൻ കൊണ്ടും ഞങ്ങളെ നീ ഉയരങ്ങൾ